ജീവിതത്തിൽ നമ്മെ തളർത്താൻ ശ്രമിച്ചവരെ നാം വെല്ലുവിളിക്കേണ്ടത് നമ്മുടെ വാക്കുകൾ കൊണ്ടല്ല, പകരം നമ്മുടെ വിജയം കൊണ്ടാണ്. ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കൂ. പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കും. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിത വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ഭാവിക്ക് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി. ഭാവി സുരക്ഷിതമാക്കണമെങ്കിൽ വർത്തമാനകാലത്ത് കഠിനാധ്വാനം ചെയ്യൂ. നിങ്ങൾ എന്തു ചെയ്താലും വിമർശിക്കാൻ ആളുകളുണ്ടാകും. എങ്കിൽ മനസ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ധാരാളം പ്രതികൂല ചിന്തകൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. അവയെ നിങ്ങളുടെ മനസ്സിൽ വേരുപിടിക്കാൻ അനുവദിക്കരുത്. മഹത്തായ കാര്യങ്ങൾക്കു വേണ്ടി ചില നല്ല കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഭയക്കേണ്ടതില്ല. നേതാക്കൾ ഒരൊറ്റ മനസ്സിൽ ഏകാഗ്രതയോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പൂർത്തിയാക്കുന്നതുവരെ അവർ അതിൽ തന്നെ തുടരും. ഉരുളക്കിഴങ്ങിനെ മൃദുവാക്കുന്ന ചൂടുവെള്ളം തന്നെയാണ് മുട്ട ഉറപ്പുളവാക്കുന്നതും. നിങ്ങളുടെ കഴിവുകളാണ് സത്യത്തിൽ വിജയം നിർണ്ണയിക്കുന്നത്, സാഹചര്യങ്ങളല്ല. എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നിങ്ങളുടെ പരാജയത്തിൻ്റെ ആദ്യ ചുവട്. നമ്മുടെ മനസ്സ് കാണാൻ സ്വന്തം കണ്ണുകൾക്കേ കഴിയൂ. അതുകൊണ്ടാകാം മനസ്സ് വേദനിക്കുമ്പോൾ കണ്ണുകൾ വേഗം നിറയുന്നത്. അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരുടെ മുന്നിൽ അർഹതയ്ക്ക് കൈ നീട്ടരുത്. പനിനീർപ്പൂക്കൾ ആഗ്രഹിക്കുന്നവർ അതിൽ ഒളിഞ്ഞിരിക്കുന്ന മുള്ളുകളെ മറക്കരുത്. മനസ്സിലാകേണ്ട കാര്യങ്ങൾ മനസ്സിലാകേണ്ട സമയത്ത് മനസ്സിലാവില്ല. പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോകും. അതാണ് ജീവിതം. കൂടുതൽ വെളിച്ചം നിങ്ങളെ അന്ധനാക്കും. കുറച്ചിരുട്ടും അത്യാവശ്യമാണ്. ജീവിതവും അതുപോലെയാണ്. സന്തോഷത്തിൻ്റെ കൂടെ ദുഃഖവുമുണ്ടെങ്കിൽ മാത്രമേ ജീവിതം ആസ്വാദകരമാക്കുകയുള്ളൂ. അസൂയക്കാരന് ഒരിക്കലും മനസ്സമാധാനമുണ്ടാകില്ല. എന്നാൽ നന്നായി ജീവിച്ചവൻ മരണത്തെപ്പോലും ഭയക്കുന്നില്ല. പുറകോട്ട് നോക്കി സങ്കടപ്പെടരുത്. കാരണം നമുക്ക് സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാണ്. ജീവിതത്തിൽ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല, നമ്മളെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള ഹൃദയവുമാണ്. എല്ലാവരോടും പുഞ്ചിരിക്കുന്ന സുന്ദരികളായ സ്ത്രീകൾ പൊതുവെ നിർവികാരരും നിർദയരുമായിരിക്കും. ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിൻ്റെ പിറകെ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടം മാത്രമേ സംഭവിക്കൂ. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്തു സംസാരിച്ചാൽ എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെ തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക.